ഹലോ വെൽക്കം ടു വിങ്സ് ടു ലേൺ. ഈ വീഡിയോയിൽ MEG7-ലെ അരുൺ കലാത്കറിൻ്റെ ചൈതന്യ എന്ന പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പോയമാണ്. ഞാൻ അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് ആണ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സ്വീറ്റ് ആസ് ഗ്രേപ്സ് ആർ ദ സ്റ്റോൺസ് ഓഫ് ജെജുരി സെഡ് ചൈതന്യ. ഓക്കെ, മുന്തിരി പോലെ ഭയങ്കര മധുരമായ സ്റ്റോൺസ് ആണ് എവിടെയുള്ളത്? ജെജുരി എന്ന് പറയുന്നൊരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ചൈതന്യ പറഞ്ഞതാണ്. ഓക്കെ, ഹീ പോപ്ഡ് എ സ്റ്റോൺ ഇൻ ഹിസ് മൗത്ത് ആൻഡ് സ്പാറ്റ് ഔട്ട് ഗോഡ്സ്. അവൻ എന്താണ്, തൻ്റെ വായിലൊരു കല്ല് എറിഞ്ഞിട്ട് എന്താണ്, ദൈവങ്ങളെ തുപ്പി എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇത്രയാണ് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ചൈതന്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. എ പ്രോമിനൻറ്റ് വൈഷ്ണവിക് ഫിഗർ ഇൻ ദ 15th century was Chaitanya. Although he was originally from Bengal, he traveled all over India promoting his enthusiastic devotion to Lord Krishna. ഓക്കെ, അപ്പോൾ ചൈതന്യ എന്ന് പറയുന്ന 15ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ വൈഷ്ണവ വ്യക്തിയായിരുന്നു ചൈതന്യ. അദ്ദേഹം ബംഗാൾ സ്വദേശിയാണെങ്കിലും കൃഷ്ണനോടുള്ള തൻ്റെ ഒരു ഭക്തി കാരണം അദ്ദേഹം എന്താണ്, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ പവർഫുൾ ഇമേജ് ഓഫ് ചൈതന്യ സ്പിറ്റിംഗ് അപ്പ് ദ ഗ്രേപ്പ് സീഡ്സ് ഹി ഹാഡ് കൺസ്യൂംഡ് ഇൻ ഹിസ് ടൈനി പോയം കൺവേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ഇമേജ്. ഇവിടെ ഈ കുഞ്ഞു കവിതയിൽ ചൈതന്യ താൻ കഴിച്ച ആ മുന്തിരി വിത്തുകൾ എന്താണ് തുപ്പുന്നുണ്ട്. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് മെസ്സേജാണ് ഈ കവിതയിൽ കേട്ടോ. ജെജുരിക്കല്ലുകൾക്ക് മുന്തിരി പോലെയുള്ള മധുരമുണ്ട്. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് ചൈതന്യ മുന്തിരി പഴത്തിന് പകരം എന്ത് കഴിച്ചത്? കല്ല് കഴിച്ചത് അല്ലേ. Jejuri stones have a grape-like sweetness. Chaitanya places a stone in his mouth rather than a grape to demonstrate this. ഇവിടെ ചൈതന്യ ദൈവത്തിന് നേരെ തുപ്പുന്നുണ്ട് അല്ലേ. അതൊരിക്കലും ഗോഡിന് എഗെയിൻസ്റ്റ് അല്ല കേട്ടോ. വാസ്തവത്തിൽ ചൈതന്യ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ പ്രശസ്തനാണെന്ന് അല്ലെങ്കിൽ പ്രാപ്തനാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. കൂടാതെ എന്താണ്, ഈ ദിവസങ്ങളിൽ മുന്തിരിയിൽ കല്ലുകൾ അല്ലെങ്കിൽ അതിൽ വിത്തുകളുണ്ട്, അത് ചവയ്ക്കുന്നതിനേക്കാൾ എന്താണ്, തുപ്പുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ ചൈതന്യ വിത്തുകളേക്കാൾ ദൈവങ്ങളെയാണ് പുറന്തള്ളുന്നതെന്നും വ്യക്തമാവുന്നുണ്ട് കേട്ടോ. ഹി വാസ് ഏബിൾ ടു ട്രാൻസ്ഫോം സ്റ്റോൺസ് ഇൻ ടു ഗോഡ്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് എന്തിനു സാധിക്കുന്നുണ്ട്? സ്റ്റോൺസിൽ നിന്ന് ഗോഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അല്ലേ. ഷ്രൈൻ ഡെഡിക്കേറ്റ് ടു എ വെൽ നോൺ സെയിൻറ്റ്, സേജ് or mythological figure can be found in a number of Indian temple towns. Because of our people's strong faith, even the gravestone that Chaitanya might have spat out going to be admired അല്ലേ. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പുരാണ കഥാപാത്രങ്ങൾ അല്ലേ എന്നിവയ്ക്ക് സമർപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ നിരവധി ഇന്ത്യൻ ക്ഷേത്ര നഗരങ്ങളിൽ കാണുന്നല്ലേ. ഒരുപാട് ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കിയ, അറിയപ്പെടുന്ന സന്യാസികൾ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ സമർപ്പിച്ച ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് അല്ലേ. ആളുകളുടെ ഉറച്ച വിശ്വാസം കാരണം ചൈതന്യ തുപ്പിക്കളയുന്ന ആ മുന്തിരിക്കല്ല് പോലെ എന്താണ്, പ്രശംസിക്കപ്പെടാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. കൂടാതെ ആ സ്ഥലം പോലും എന്താണ്, വിശദീകരിക്കപ്പെടല്ലേ. നമ്മളെന്താണ്, അത് ഹോളി പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണല്ലേ. ഓക്കെ, ഈ സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങളുടെ അവരുടെ ഒരു വിശ്വസ്തത, അവരുടെ ഒരു ഭക്തി, ഇത് കാരണമാണ് ചൈതന്യ തുപ്പിയ ആ കല്ല് പോലെ എന്താണ്, ആ കല്ലിനെ പോലും നമ്മൾ ആരാധിക്കപ്പെടാണ്. ആ സ്ഥലം ഒരു ആരാധനാലയമായിട്ട് കൺസിഡർ ചെയ്യുകയാണല്ലേ. This poem undoubtedly has a strong anti-devotional quality, yet it might also indicate a belief in another reality, historical facts, not the truth of myths and stories. ഓക്കെ, ഇവിടെ ചൈതന്യ എന്താണ്, ദൈവത്തിന് നേരെ തുപ്പുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് മേ ബി ഗോഡ്സിന് എഗെയിൻസ്റ്റ് ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കപ്പെടുന്നുണ്ട് അല്ലേ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചൈതന്യ തുപ്പി ആ സ്ഥലത്തെ ഹോളി പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് മറ്റൊരു യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിത്തിൻ്റെ, ഒരു കെട്ടുകഥയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റോറീസിൻ്റെ ട്രൂത്ത് അല്ല. ചെറിയൊരു പോയമാണെങ്കിലും ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത്രയും ആഴത്തിലാണ് അല്ലേ. ഇവിടെ ചൈതന്യ ആരാണ്? ചൈതന്യ 15ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ വൈഷ്ണവ വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മുന്തിരിക്ക് പകരമായി കല്ല് ഭക്ഷിച്ച് അത് തുപ്പുന്നുണ്ട് അല്ലേ. കല്ല് ഭക്ഷിക്കുന്നില്ല, കല്ല് വായിലിട്ട് അത് തുപ്പുന്നുണ്ട്. ആർക്ക് നേരെയാണ് തുപ്പുന്നത്? ദൈവത്തിന് നേരെയാണ് തുപ്പുന്നത്. എന്നിരുന്നാൽ പോലും ആ മുന്തിരിക്കല്ല് എന്താണ്, പ്രശംസിക്കപ്പെടുന്നുണ്ട്, ആരാധിക്കപ്പെടുന്നുണ്ട്. ആ സ്ഥലം ഒരു ഹോളി പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ പോയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.